തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ജനങ്ങളും കണക്കുകൂട്ടലിലും വിശകലനങ്ങളിലുമാണ്. മണ്ഡലങ്ങൾ എങ്ങോട്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വൈപ്പിൻ മണ്ഡലം ഇത്തവണ വളരെ ശ്രദ്ധേയമായൊരു മത്സരമാണ് നടന്നത്. വൈപ്പിൻ മണ്ഡലത്തിലെ UDFൻ്റെ ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥി ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്, ടോണി ചമ്മണി. നമുക്ക് ഇദ്ദേഹത്തെ കൊച്ചി മേയറിൻ്റെ രീതിയിൽ പ്രവർത്തനങ്ങൾക്ക് മുമ്പ് നമുക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്. ഇത്തവണ സാധാരണ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ചായ്വ് കാണിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ കുറേ നാളിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വൈപ്പിൽ കാണാനാവുന്നത്. പക്ഷേ ഇത്തവണ കളമൊന്ന് മാറുകയാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ ഇപ്പോൾ ഈ ഒരു വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഇപ്പോൾ നമ്മളൊരു പ്രതീക്ഷയായിട്ട് ഈ വോട്ടെടുപ്പിന് ശേഷം? ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ചക്കാലത്തിലധികമായി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണവുമായി കടന്നു നിന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്സ് ഉണ്ട്. ഒന്ന്, കഴിഞ്ഞ ഒരു 20 വർഷമായി ഇവിടെ ഒരു 4 MLA-മാരായിരുന്നു വിജയിച്ചത്. CPM-ൻ്റെ MLA-മാർ, LDF-ൻ്റെ MLA-മാരായിരുന്നു. പക്ഷേ ഈ മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഒരുപാട് കോർ ഇഷ്യൂസ് ഉണ്ട്, ഏറ്റവും നീറുന്ന പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് കുടിവെള്ളമുണ്ട്, യാത്രാക്ലേശമുണ്ട്. ഇപ്പോൾ ഇവിടെ 25 കിലോമീറ്റർ നീളത്തിൽ തീരമുണ്ട്, കടൽ തീരം. കടൽ ഭിത്തി നിർമ്മിക്കാത്തതിൻ്റെ കടലാക്രമണത്തിൻ്റെ പ്രശ്നമുണ്ട്. കിഴക്ക് കായലാണ്, ഓരുവെള്ളം കയറുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം നിത്യജീവിതത്തെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ. ഇവയ്ക്കൊന്നും ഒരു പരിഹാരമായിട്ടില്ല എന്നുള്ള വല്ലാത്തൊരു രോഷം പ്രദേശത്തെ വോട്ടർമാരുടെ ഇടയിലുണ്ട്. അതൊരു വശം. മറ്റൊന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സാണ്. ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ആൻറ്റി ഗവൺമെൻറ് ട്രെൻഡ്, അത് കേരളത്തിൽ എല്ലായിടത്തും ഉള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വൈപ്പിലുണ്ട്. ഈ 2 ഘടകങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്ക്, തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും വോട്ടെടുപ്പിന് ശേഷവും പോളിംഗ് ദിനത്തിലും ഒരുപാട് ഇടത് ആഭിമുഖ്യമുള്ള വോട്ടർമാർ ഇക്കുറി മാറി ചെയ്യും. അതവർ UDF-ലോട്ട് ചായുന്നത് കൊണ്ടല്ല, സ്ഥാനാർത്ഥി എന്നതിൽ എന്നോട് വ്യക്തിപരമായ ഇതിൽ മമതയുള്ളതിൻ്റെ പേരിലല്ല. ഈ ഗവൺമെൻറ് പോകണം. ഒരു ആൻറ്റി പിണറായി, ആൻറ്റി CPM അല്ല, ആൻറ്റി പിണറായി വോട്ട് വ്യാപകമായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ രാഷ്ട്രീയത്തിനതീതമായി ആണ് വോട്ടിംഗ് പാറ്റേൺ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കംഫർട്ടബിളായിട്ടുള്ളൊരു മെജോറിറ്റി ഇക്കുറി വൈപ്പിൻ മണ്ഡലത്തിൽ UDF-നുണ്ടാകും, അത് നിശ്ചയമാണ്. 2020 ഒരു 3ാം സ്ഥാനമൊക്കെ കൊടുത്തൊരു മണ്ഡലമായതുകൊണ്ട് ഇത്തവണ ഒരു NDA ആയിട്ട് ഒരുമിച്ച് BJP നിൽക്കുമ്പം അതെന്തെങ്കിലും ഒരു സാധ്യത നമ്മുടെ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ വരുത്തുന്നുണ്ടോ? ഈ 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആളുകളുടെ ഇടയിൽ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ എതിർത്തുകൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത്. അവരൊരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചു. അത് കിഴക്കമ്പലത്ത് അവർ നടത്തിയ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മറ്റ് മണ്ഡലങ്ങളിൽ ആളുകളെ ആകർഷിച്ചത്. പക്ഷേ ആ 2020 ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി BJPയുടെ മുന്നണിയുടെ ഭാഗമായി. BJP സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്ത് വർഗീയമായി ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയാണെന്നത് മലയാളികളായ വോട്ടർമാർക്കറിയാം. അതുകൊണ്ട് അവരുടെ പ്രസക്തി നഷ്ടപ്പെട്ടു, അവരുടെ രാഷ്ട്രീയ അസ്തിത്വം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനിൽ വളരെ ദയനീയമായിരുന്നു 2020 പ്രകടനം. ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി, ഈ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിനിൽ മത്സരിക്കുന്ന NDA സ്ഥാനാർത്ഥി കേവലം 60 വോട്ട് മാത്രമാണ് കൊച്ചി കോർപ്പറേഷനിൽ നേടിയത്. അപ്പോൾ ആ പാർട്ടിയുടെ അസ്തിത്വം പോയി. അവരുടെ രാഷ്ട്രീയം, അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അതെല്ലാം വെറും വ്യാജവും കപടമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ ഈ പിക്ചറിലില്ല. പിന്നെയുള്ള NDA BJP, പക്ഷേ BJP അല്ല സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ BJP വോട്ടർമാർക്ക് നിരാശ ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വാക്ക് വളരെ കൃത്യമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് ജനങ്ങൾ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു വോട്ട് വരുമ്പോൾ മറ്റ് BJP-യോ 2020-യോ എന്നുള്ള ഫാക്ടർ ഇവിടെ ഇല്ല. ജനങ്ങളോട് സംബന്ധിച്ചപ്പോൾ വളരെ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് വൈപ്പിൻ. പ്രത്യേകിച്ച് കടമക്കുടിയുടെ ടൂറിസം സാധ്യതകൾ, കുടിവെള്ള പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കുന്നത്. അപ്പം ഇതൊക്കെ മുൻഗണനാക്രമത്തിൽ ഉറപ്പുകൾ നമ്മൾ നൽകുകയാണല്ലോ. കാരണം അത്ര പ്രതീക്ഷയോടെയാണ് ഇവിടെ UDF പ്രവർത്തകർ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത് UDF-ൻ്റെ പ്രവർത്തകർ മാത്രമല്ല, ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂസുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ട അവസരം ഉണ്ടായാൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി കുടിവെള്ള പ്രശ്നം പരിഹരിക്കണം. കുടിവെള്ളമില്ലാത്തൊരു നാട് വികസനത്തിൻ്റെ ഒരു സൂചികയിലൊന്നും വരില്ല. ആദ്യം വേണ്ടത് കുടിവെള്ള പ്രശ്നമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം. യാത്രാക്ലേശം പരിഹരിക്കണം. യാത്രാക്ലേശം പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരുപാട് ടൂറിസം വികസന സാധ്യതയുള്ള പ്രദേശമാണ്. ഇപ്പം കണക്ടിവിറ്റി ഒരു വലിയ ഘടകമാണ്, മൊബിലിറ്റി. അതുകൂടി വരുമ്പോൾ ഭൂപ്രകൃതി വെച്ച് വലിയ പ്രകൃതി മനോഹരമായ തീരമുണ്ട്, കായൽ ഓരങ്ങളുണ്ട്. ആ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. അത് ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് ഉപകാരപ്പെടും. ടൂറിസം മറ്റേതെങ്കിലും നിക്ഷേപ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. ഈ പ്രകൃതിക്ക് അനുയോജ്യമായ, ഈ ഭൂപ്രദേശത്തിന് അനുയോജ്യമായ പദ്ധതികൾ വരണം. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാൻ സാധിക്കുമോ? ഒരുപാട് നൂതനമായ പദ്ധതികൾ എൻ്റെ മനസ്സിൽ ആലോചനകളിലുണ്ട്. ഏതായാലും ഈ വൈപ്പിൻ്റെ ഒരു സമഗ്രമായ വികസനം, അതിൻ്റെ ഒരു പാക്കേജ്, അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് പ്രവൃത്തി പദത്തിൽ എത്തിക്കണമെന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവസരം ലഭിച്ചാൽ. ഇവിടുത്തെ 2 മത്സരാർത്ഥികൾ ഒരുമിച്ച് തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അവിടെയാണ് മത്സരം നടന്നത്. ദീപക് ജോയ് എന്തെങ്കിലും ടിപ്പുകളോ എന്തെങ്കിലും തന്ത്രങ്ങളോ എല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെ പാളിച്ചകളിൽ നിന്ന് മുക്തനാകാൻ വേണ്ടി? ഞാൻ എല്ലാ നേതാക്കന്മാരിൽ നിന്നും ടിപ്പുകൾ സ്വീകരിക്കാറുണ്ട്.
ടിപ്പുകൾ പലരിൽ നിന്നും പഠിക്കാറുമുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സ്വയത്തായി എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ശീലിച്ച ടിപ്പുകളുമുണ്ട്. അതെല്ലാം ഗിമ്മിക്കുകളല്ല, അതെല്ലാം ശൈലികളുമാണ്. ഒരു കാര്യമുണ്ട്, സത്യസന്ധമായ ആളുകളോട് സംസാരിച്ചാൽ അവരത് ചെവി കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാന്ത്രികനല്ല, മാന്ത്രിക പടി എൻ്റെ കയ്യിലില്ല, നിശ്ചയദാർഢ്യമുള്ളൊരു മനസ്സുള്ളതായിരുന്നു എൻ്റെ ഒരു എല്ലായിടത്തും ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ പ്രദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മുൻഗണന നൽകിക്കൊണ്ട് പോകുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം, വൈപ്പിൻ എന്ന് പറയുമ്പോൾ വളരെ അടിസ്ഥാന വർഗ്ഗത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ സ്ഥലമാണ്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യരാണ്. തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? വളരെ രസകരമായും നമ്മളെ മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എറണാകുളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പെട്ട ആളാണ്. ഞാൻ കൊച്ചിയിൽ മത്സരിച്ചിട്ടുണ്ട്. 2 അസംബ്ലി മണ്ഡലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചാണ് ഇവിടെ വന്നത്. എനിക്കിവിടെ വ്യത്യസ്തമായ അനുഭവം ഉണ്ടായത്. എനിക്ക് വലിയ ഊഷ്മളമായ ഒരു സ്വീകരണം വോട്ടർമാരിൽ നിന്ന് ലഭിച്ചു. വളരെ ഊഷ്മളമായ സ്നേഹത്തോടു കൂടിയുള്ളൂ. അതെനിക്ക് വലിയ അനുഭവമായിരുന്നു. ഇവിടെ UDF പ്രവർത്തകന്മാർ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേതാക്കന്മാർ മുതൽ ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ ഇറങ്ങുന്ന പ്രവർത്തകൻ വരെ ഉള്ള ഒറ്റക്കെട്ടായിരുന്നു. ആളുകൾ വലിയ സ്വീകാര്യതയും സ്നേഹവും കാണിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പൾസ് UDF അനുകൂലമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അനുഭവം നന്മയുള്ള സത്യസന്ധരായ നല്ല ഗ്രാമീണവാസികളായ ജനങ്ങളാണ് ഈ മണ്ഡലത്തിൽ. ഏതാണ്ട് 95%. സമ്പന്നന്മാർ വളരെ കുറവാണ്. ഈ മണ്ഡലത്തിലൊരു 5% ആളുകളായിരിക്കും സമ്പന്നന്മാർ. ബാക്കിയെല്ലാം സാധാരണക്കാർ, സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്നവർ, തൊഴിലാളികൾ, കർഷകർ. ഏറ്റവും ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായം വേണ്ടതായിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളെ പദ്ധതികൾ ഒരുക്കണം. ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകളാണ് ഈ പ്രദേശത്തെ വോട്ടർമാർ. എന്തായാലും വൈപ്പിൻ യഥാർത്ഥമായി അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം LDFൻ്റെ ഒരു വലിയ തരംഗം പോലൊരു വിജയം ഉണ്ടായപ്പോഴും 9 സീറ്റുകൾ എറണാകുളം ജില്ലയിൽ കിട്ടി. ഇത്തവണ വൈപ്പിനും കൊച്ചിയും കോതമംഗലവും ഒക്കെയാണ് അവരുടെ കൈവശമുള്ള, കളമശ്ശേരി വയ്ക്കാണ്ടിരിക്കുന്ന സീറ്റിൽ അതിൽ പ്രധാനമായും പിടിച്ചെടുക്കാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു സീറ്റാണ് വൈപ്പിൻ. എന്നാലും വൈപ്പിനിലെ മത്സരഫലം നമുക്ക് എന്താണ് എന്ന് മെയ്നാലിനറിയാം. അതുവരെ നമുക്ക് കണക്കൂട്ടലുകളിലും വിശകലനങ്ങളുമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. എന്തായാലും UDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയൊക്കെ നല്ല ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും അദ്ദേഹത്തിന് വിജയപ്രതീക്ഷ നൽകുന്നു, അഭിനന്ദനങ്ങൾ നേരുന്നു. താങ്ക് യു.